ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നുണ്ടല്ലോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞു മക്കളുടെ തലയിലൊക്കെ കുത്തി സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വളരെ ക്യൂട്ടാണ്, ഇത് കാണാൻ എന്ത് രസമാണല്ലേ അവർ തലയിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന കാണാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂലെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അതെടുക്കാം. പിന്നെ ഒരു കത്രിക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൂചി, നമുക്കത് തയ്ച്ച് വയ്ക്കാൻ വേണ്ടി ഒരു സൂചി അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡ് വേണം. പിന്നെ ഒരു ചീപ്പ്, അത് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. പിന്നെ നമ്മുടെ ടിക് ടാക് ക്ലിപ്പാണ്. ഇത് കളർഫുള്ളായിട്ടുള്ളത് കിട്ടും കേട്ടോ, പല കളറിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് നൂലെടുക്കാം. നൂലെടുത്തിട്ട് ആദ്യം തന്നെ അതിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ അതിലൊരു പീസ്, ചെറിയൊരു പീസ് നമുക്കത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഇത് കട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അന്നേരം നമ്മളത് ഞാൻ എന്താ ആ ഒരു പീസ് കട്ട് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നീളത്തിൽ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണെന്ന്. വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നൂലെടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നല്ല ഷാർപ്പായിട്ടൊരു ബ്ലേഡാണ് എടുക്കേണ്ടത്. കുട്ടികളൊന്നും ചെയ്യാൻ നോക്കണം കേട്ടോ, ഇത് ഭയങ്കര ഡേഞ്ചറാണ്. കുട്ടികളൊക്കെ എടുത്ത് വെച്ച് ബ്ലേഡ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നോക്കിയാൽ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. നമ്മളാണെങ്കിലും വളരെ പതുക്കെ തന്നെ ചെയ്താൽ മതി, ഒരുപാട് ബലം പിടിച്ച് ചെയ്യണ്ട. പതുക്കെ ചെയ്താൽ മതി, കയ്യിലോട്ട് തെന്നി വന്ന് കൊള്ളരുത്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പതുക്കെ ചെയ്തെടുത്താൽ മതി. ആ നൂലിലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നൂലിങ്ങനെ നല്ല രസമാണത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ വരുന്ന കാണാനായിട്ട് നല്ല രസമാണത്. അപ്പോൾ നമ്മളതിങ്ങനെ ഫുള്ളായിട്ട് നൂലെല്ലാം കട്ടായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തത് എടുക്കാനായിട്ട് പറ്റുന്ന ലെവലിൽ നമുക്കിങ്ങനെ കിട്ടും. നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡ് ആണെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മുറിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതെടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ റോളെടുത്ത് മാറ്റിയിട്ട് അതിനെ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നൂല് വെച്ചേക്കുന്നതാണ്ടോ, ഇത് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നൂല് കട്ട് ചെയ്ത് വെച്ചത്. അതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വേണ്ട, ആ നൂലിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇതൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തു. ഇനി അതിനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അത് കെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ആ നൂല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ടൈറ്റായിട്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ നൂല് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഊരി വരും. അതിന് വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. 1-2 പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1-2 പ്രാവശ്യം കെട്ടിക്കൊടുക്കാം. നന്നായിട്ട് സെക്യൂർ ആയെന്ന് മനസ്സിലായതിന് ശേഷം നമ്മൾ ആ ചീപ്പ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കണം. നമ്മൾ ആ നൂലെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി പിടിച്ചേക്കണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം. 2 സൈഡും നല്ലപോലെ ഇങ്ങനെ വിടർന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ചെയ്യും. പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അതുപോലെ തന്നെ കേട്ടോ, നല്ലപോലെ ഇങ്ങനെ പൂ പോലെ വിടർന്ന് വരുന്നത് പോലെ നമ്മൾ ചീകി കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് ചീകി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് അതൊന്ന് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ പൊങ്ങി നിൽക്കുന്ന ആ നൂലൊക്കെ ഒന്ന് ലെവലാക്കി നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നല്ല ഷാർപ്പായിട്ടൊരു കത്രിക ഉപയോഗിച്ചിട്ട് 2 സൈഡും നല്ല പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല ലെവലാവുന്നത് വരെ. ഇനി നമുക്ക് നമ്മുടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ടിക് ടാക് ക്ലിപ്പ് എടുത്തു. അതിനുശേഷം നമ്മുടെ നൂല് അതേ കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, ഏകദേശം അതേ കളറിലൊരു നൂലിൽ സൂചി കോർത്തെടുക്കുന്നുണ്ട്. ഈ സൂചി കോർക്കുന്നതിന് പകരം സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇത്രയും സമയം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ തയ്ച്ച് വയ്ക്കുന്നതാണ് പറഞ്ഞു തരുന്നത്. ഇതിനേക്കാളും വൃത്തിയും കാണാൻ രസവും ഒക്കെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സൂചി ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ആ നൂലിനുള്ളിൽ കൂടെ എടുത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. 1-2-3 പ്രാവശ്യം അങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ സൂചി ഇങ്ങനെ എടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ. അത് നല്ല ടൈറ്റായിട്ട് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം ഗ്ലൂ ഗൺ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഗ്ലൂ ഗൺ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, വേറെ പശയൊന്നും അതിൽ ഒട്ടത്തില്ല. അപ്പോൾ ഇതാണ്ടേ കണ്ടോ, ഇങ്ങനെ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്കൊന്ന് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് അത് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി, അതായിരിക്കും സിമ്പിളായിട്ട്.
ഇനി നമ്മളതിനുള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ആ നൂല് കെട്ടിയിട്ടുണ്ടല്ലോ സെൻറ്ററിലായിട്ട്, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം. നന്നായിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നത് വരെ തയ്ച്ചെടുക്കുക. അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് തയ്ച്ച് കൊടുക്കാം. വളരെ സിമ്പിളാണ്. നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല തയ്ച്ചെന്നും പറഞ്ഞ്. പക്ഷെ കാണാൻ കുറച്ചുകൂടെ ഭംഗി എപ്പോഴും ആ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതലും ഭംഗി. അപ്പം നമ്മൾ ദാണ്ടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3, 4, 5 പ്രാവശ്യം ഒന്ന് തയ്ച്ച് നന്നായിട്ട് ഊരിപ്പോകാത്ത പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് തയ്ച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ പൊങ്ങി നിൽക്കുന്ന നൂലൊക്കെ ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം 2 സൈഡിലും. എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ലെവൽ ചെയ്ത് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ നൂല് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. 2 സൈഡും നല്ല വൃത്തിയാക്കി എടുക്കുന്നു. ഇനി നമ്മുടെ ചീപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 2 സൈഡും ഇങ്ങനെ വിടർത്തി ഒരുമിച്ചൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഭംഗി കണ്ടോ. ആ ലെവൽ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടാണ് അത്രയും ഭംഗിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് റെഡിയായി കഴിഞ്ഞു. കണ്ടോ, എന്ത് രസം ഇത് കാണാനായിട്ട്. പല കളറിൽ ഇങ്ങനെ നമ്മുടെ ഉള്ള ഡ്രസ്സിനനുസരിച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്ത് വയ്ക്കാമെങ്കിൽ നല്ല രസമാണ്. അവർ തലയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് നടക്കുന്ന കാണാനായിട്ട്. അംഗൻവാടിയിലൊക്കെ പോകുമ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ 2 സൈഡിലും മുടി കെട്ടി ഓരോ ക്ലിപ്പും കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.